നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സംസാരിച്ച് കാട് കയറി വഷളാവണ്ട. ഞാൻ പറഞ്ഞല്ലോ, അവൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ല ബർത്ത്ഡേ ഡ്രസ്സ് ഞാൻ മേടിച്ചോളാം. ശരി, സമ്മതിച്ചു. നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. അത് നിന്റെ അവകാശമാണല്ലോ. നമുക്ക് ഒന്നിച്ചു പൊയ്ക്കൂടെ എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ ഒരുമിച്ചൊരു യാത്രയില്ല, അതിനി ജന്മത്തിലുണ്ടാവില്ല. ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിത്യ, എന്ത്? നിന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്ത് കാര്യം? നീ എന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഏട്ടത്തി എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നേ? അല്ല, ഞാൻ ശരത്തിനെ പറ്റി കേട്ടതൊന്നും നല്ല കാര്യങ്ങളൊന്നും അല്ല. ഏട്ടത്തി എന്ത് കേട്ടാലും എനിക്കെന്താ? ചേട്ടനെ കല്യാണം കഴിക്കുന്നത് ഞാനല്ലേ? അതല്ലോ അതിന്റെ ശരി. അതാ അതിന്റെ ശരി. ഏട്ടത്തി എന്താ ഒരുമാതിരി പോലീസ് ക്വസ്റ്റ്യനിങ് പോലെ? നിത്യ, ഞാൻ കഴിഞ്ഞ ദിവസം ശരത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞൂന്നല്ലേ? ആ, ഏട്ടത്തിക്ക് പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. എന്നോട് വിളമ്പണ്ട. നിത്യ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കേൾക്കണ്ടെന്ന് പറഞ്ഞല്ലോ. ഏട്ടത്തിക്ക് ഉറക്കമില്ലെന്ന് കരുതി മറ്റുള്ളവരുടെ ഉറക്കം കളയാൻ വരരുത്. നിങ്ങളൊന്ന് പോയി അങ്ങോട്ട്. എനിക്കൊന്ന് ഉറങ്ങണം. നിത്യ, അതോട്ട് കയറി വരൂ. നല്ല ഒന്നാം തരം വീടാണല്ലോ. ഇവിടെ ഇവൻ താമസിക്കുന്നത് കേട്ടപ്പോ സന്തോഷമായി. വല്ല ഹോട്ടലിലും ആയിരുന്നെങ്കിൽ ഞാൻ തല്ലിക്കൊന്നേനെ. അത് പിന്നെ ഞങ്ങളുടെ കുട്ടിയല്ലയോ? അവന് ഹോട്ടൽ ഭക്ഷണം പിടിക്കത്തില്ല, അസിഡിറ്റിയാ. വരൂ, അകത്തേക്ക് വരൂ. അതെ, ഇവിടെ മോന്റെ ഭക്ഷണക്കാരി ഓർത്ത് ആരും വിഷമിക്കണ്ട. അവന് ഇഷ്ടമുള്ളത് ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ അങ്ങ് വെച്ചു കൊടുക്കും. അവനാണെങ്കിൽ ഒരു പരാതിയും ഇല്ല. പരാതിയില്ലെന്ന് മാത്രമല്ല, പരമാനന്ദമാ. അമ്മ നിത്യയെ വിളിക്കേ, അവൾ ഒരുങ്ങി കഴിഞ്ഞു കാണും. ആ, ഇപ്പൊ വരാ. ഇരിക്കട്ടോ. കഴിഞ്ഞില്ലേ ഒരുക്കം? ഓ, സുന്ദരിയായല്ലോ. കേട്ടോ മനോഹര, എത്ര കല്യാണ ആലോചനകളാ ഞാൻ ഇവനു വേണ്ടി കൊണ്ടുവന്നത്. അവനൊന്നും വേണ്ട. എനിക്കറിയില്ലല്ലോ ഇവന്റെ മനസ്സിൽ ഇങ്ങനൊരു പെണ്ണ് ഉടക്കി കിടക്കുന്ന കാര്യം. കള്ളൻ.
അങ്ങോട്ട് കൊടുക്കും. നല്ല സുന്ദരി കുട്ടിയാണല്ലോ. നല്ല പൊന്നിന്നുറുക്ക് പോലത്തെ മോള്. ഞങ്ങള് കൊണ്ടുപോയിക്കോട്ടെ ഇവളെ. അപ്പൊ ഇനി ഒരുപാട് നേരം ഇരുന്ന് ഞങ്ങൾ സമയം കളയുന്നില്ല. ആ അപ്പൊ നല്ലൊരു മുഹൂർത്തം നോക്കുക. നിങ്ങളുടെ കൊച്ചിനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തരിക. ആ എങ്ങോട്ടാ? അത് നീ എന്തിനാ അറിയുന്നേ? കല്യാണം മുടക്കാനുള്ള പുതിയ വല്ല ഐഡിയ ആലോചിച്ചുള്ള പോക്കാണോ? കല്യാണക്കാരൻ തീരുമാനിച്ചില്ലല്ലോ. വിവാഹ നിശ്ചയല്ലേ തീരുമാനിച്ചുള്ളൂ. മുടങ്ങാനുള്ളതാണെങ്കിലേ ദൈവം അത് മുടക്കിയിരിക്കും. നീ എന്താ വിചാരിച്ച്? നിശ്ചയം തീരുമാനിക്കുന്ന മുടക്കാൻ നീ ഒരുപാട് ശ്രമിച്ചല്ലോ. എന്നിട്ട് എന്തായി? ഞാൻ പ്ലാൻ ചെയ്ത പോലെ വിവാഹ നിശ്ചയ തീയതി കൃത്യസമയം തീരുമാനിച്ചു. അതുപോലെ കല്യാണവും നടക്കും. നീ ഒരുപാട് അഹങ്കരിക്കണ്ട. നിശ്ചയത്തിന് തീയതി കുറിച്ചല്ലേ ഉള്ളൂ. തീയതി കുറിച്ചതുകൊണ്ട് അത് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. തീരുമാനിച്ച നടത്താനും എനിക്കറിയാം. അത് മുടക്കാനുള്ള വഴി ഞാനും നോക്കും. ബന്ധുക്കൾ ആരുമില്ലെന്ന് നീ പറഞ്ഞു. ആ കള്ള എല്ലാരും വിശ്വസിപ്പിക്കാനും ശ്രമിച്ചു. അച്ഛനെ അമ്മയും കൊണ്ട് നീ എന്റെ വീട്ടിലും പോയി. എന്നിട്ടോ ഇപ്പൊ തോറ്റതാരാ? നീയല്ലേ? ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കടി. ആവശ്യമില്ലാതെ എന്റെ നിത്യയുടെ കാര്യത്തിൽ ഇടപെടാൻ വന്ന അത് നിനക്കൊരിക്കലും നല്ലതായിരിക്കില്ല. സുധിയേട്ടന്റെ കുടുംബം എന്റെ കുടുംബമാ. അവിടെയുള്ള എല്ലാവരും എന്റെ സ്വന്തം.